ഈ പി ശശി സിപിഎമ്മിന്റെ മുതിർന്ന നേതാവാണ്, ഒരുപാട് പാർട്ടിയുടെ പരാതി പട്ടികയിൽ ചോദിച്ചപ്പോ പറഞ്ഞല്ലോ, ശശി എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവ് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അപ്പൊ അദ്ദേഹത്തോട് പറയുമ്പോൾ പാർട്ടിയിലെ പരാതിയായി, പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പരാതിയായി. അല്ല, അദ്ദേഹത്തിനെതിരെ ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ നേരത്തെ അദ്ദേഹത്തിനെതിരെ ഞാൻ ആർക്കെതിരല്ല, ഞാൻ ജനങ്ങളോട് എനിക്ക് കിട്ടിയ അറിവ് പങ്കെടുക്കുക, ആർക്കെതിരല്ല. ഇന്നിപ്പോ IPS ഓഫീസർ വീട്ടിലുണ്ട്, താങ്കൾ സഹായിക്കാമെന്നാണോ അതോ ഉപദ്രവിക്കാമെന്നാണോ? എന്നെ സഹായിക്കണമെന്ന്. അതായത് ഈ ക്രമക്കേടുകളെല്ലാം പുറത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ഉദ്യോഗസ്ഥരുണ്ട്, ബഹുഭൂരിപക്ഷം. അതായത് IPS റാങ്കിലെ ഒരു അക്കോർഡിംഗ് ടു മീ ഞാൻ മനസ്സിലാക്കുന്ന ഒരു 70% ആളുകൾ ഇത് പുറത്തു വരണം. അതിന് താഴെ 99.9% ഈ ആ 0% എന്ന് പറയുന്നത് ഈ ഡാൻസ് ഓഫ് പോലത്തുള്ള ഇവരുടെ ഈ ക്രിമിനൽ സംഘം മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഈ മാധ്യമപ്രവർത്തകരുടെ ഫോൺ അടക്കം ചോർത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എങ്ങനെയാണ് ഈ ചോദ്യമായി മുന്നോട്ട് പോകാൻ കഴിയും? വളരെ പ്രയാസമാണ്. അതിന്റെ തെളിവുകളുണ്ടോ? ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അന്വേഷണ വിധേയമാകില്ല. ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു ഡീറ്റെയിൽ സ്റ്റേറ്റ്മെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് തന്നെ സമർപ്പിക്കും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട്. എന്നാൽ എന്റെ ഡിമാൻഡ് അതില് ഈ പറയുന്ന കാര്യങ്ങൾ ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ പോലീസിലെ ഏറ്റവും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കിയിട്ട് വിശ്വസ്തരായ ഈ നാടിനോട് കമ്മിറ്റ്മെന്റുള്ള IPS ഓഫീസർമാർ, പോലീസുകാർ, DYSമാർ, CAമാർ, SIമാർ കൂടുന്ന ഒരു കൃത്യമായ സംഘത്തെ ഉണ്ടാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മോണിറ്ററിംഗിൽ ഈ അന്വേഷണം നടത്തണമെന്നില്ല അപേക്ഷ കൊടുക്കും. കഴിഞ്ഞ ദിവസം അൻവറിന് ഇത് പരസ്യമാക്കുന്നതിന് മുൻപ് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്നൊരു ചോദ്യം വരില്ല സ്വാഭാവികമായിട്ടും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങനെ ചോദിക്കേണ്ട സാധ്യതയില്ല. അയാള് നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞോ, ഞാൻ മനസ്സിലാക്കിയ എന്റെ മുഖ്യമന്ത്രി അയാള് അങ്ങേയറ്റം സത്യസന്ധമായി ജീവിക്കുന്ന വ്യക്തിയാണ്. അങ്ങേയറ്റം അയാളിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇന്നലെ ഗോവിന്ദമാഷ് പറഞ്ഞത് പാർട്ടിക്ക് മുകളിൽ ആരെയും പങ്കാൻ അനുവദിക്കില്ല. അങ്ങയുടെ വാർത്താ സമ്മേളനവും അനുകൂലമായ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ച് ചോദിച്ചത് അങ്ങനെ മാഷ് പറയും. ഒന്നും കൂടി പറഞ്ഞ പാർട്ടിക്ക് മുകളിൽ വളരാൻ ആരെയും അനുവദിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അങ്ങയുമായി ബന്ധപ്പെട്ടാണെന്ന് കരുതുന്നുണ്ട്. എന്താ ചോദ്യം? ഏത് ചോദ്യത്തിന്റെ ഉത്തരം? അല്ല നിൽക്കട്ടെ. ചോദ്യം എന്താ? ഈ പത്രസമ്മേളനമൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇരിക്കുന്ന പത്രക്കാരൻ ചോദിക്കുന്നു, PV അൻവർ പാർട്ടിക്ക് മുകളിലേക്ക് വളരുന്നോ? എന്താ മൂപ്പര് പറയാ? വളരുന്നുണ്ടെന്നോ? ആണോ? ഇറ്റ്സ് എ കോമൺ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ കോമൺ ആൻസർ. പാർട്ടിക്ക് മുകളിൽ ആരും വളരൂല. അതിങ്ങനെ അങ്ങോട്ട് വളക്കുക. ആ വളവ് എന്റെ അടുത്ത് നിങ്ങൾ വളച്ചോ, അത് ഞാൻ നീർത്തും. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ.